ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അണ്ടിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കശുവണ്ടി എന്നൊക്കെ പറയും കേട്ടോ, നമ്മളിവിടെ അണ്ടി എന്നാണ് പറയുന്നത്. അതിനായിട്ട് മുളച്ച അണ്ടി, മഴയൊക്കെ ആയതുകൊണ്ട് അണ്ടിയൊക്കെ മുളച്ചിട്ടുണ്ട്. മുളച്ച അണ്ടി പൊളന്ന് അതിൻ്റെ ഉള്ളിലെ പരിപ്പെടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിന് തൊലി കളഞ്ഞെടുത്തിട്ടുള്ളതാണിത് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത പരിപ്പാണ് ഞാൻ ചട്ടിയിലിട്ടിട്ടുള്ളത്. അതിലേക്ക് ഒരു കഷ്ണം തക്കാളി, സവാള, 3-4 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കണം. പൊടികളായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളം കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കും. പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ ആ വെള്ളം കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അത്രയും തേങ്ങ എടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ വറുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റേജിലാണ് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. ഒരുപാട് കറുത്ത കറി വേണ്ട, ഈ ഒരു കളറിൽ തേങ്ങ വറുത്തെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് നോക്കണം കേട്ടോ, വെള്ളം വറ്റിയെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പം തുറന്നപ്പോൾ ഇത് 2-3 തവണ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3-ാമത്തെ തവണ ഞാൻ തുറന്നപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, അണ്ടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പ്, തേങ്ങ വറുത്ത അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഒരുപാട് ഗ്രേവി ആവശ്യമില്ല, കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കണ്ട കറിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കൊന്ന് വെക്കാം. പിന്നെ നമുക്ക് വറുത്തിടുകയാണ് വേണ്ടത്. കറി ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാവും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ട് ഒരു തട്ക അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. സാധാരണ വറുത്തിടുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പം നമ്മളതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതേപോലെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറി നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ആ തട്കയിലേക്ക് തന്നെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചുറ്റി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാവരും സാധാരണ ചെയ്യുന്നതാണ്. ചില ആൾ വറുത്തിട്ട തട്കയിലേക്ക് വീണ്ടും കറി ഒഴിക്കൽ ചില ആൾക്ക് മടിയായിരിക്കും. പക്ഷെ നമ്മളങ്ങനെ ചെയ്യലില്ല കേട്ടോ, കാരണം അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ താളിപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്.
അണ്ടി പൊളന്ന് എടുക്കേണ്ട ഒരു കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ കറി വെച്ച് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.